ഹായ് വെൽക്കം ബാക്ക് ടു അബിസ്യൂഷൻ. നമ്മുടെ പല സബ്സ്ക്രൈബേഴ്സും ചോദിച്ചൊരു ചോദ്യമാണ്, രാവിലെ തന്നെ മൊബൈൽ ഒന്ന് നെറ്റ് ഓൺ ആക്കേണ്ട താമസമുള്ളൂ, പെട്ടെന്ന് തന്നെ നമ്മുടെ നെറ്റ് തീർന്നു പോകാന്നുള്ളത്, അതേപോലെ തന്നെ ബാറ്ററിയും കുറഞ്ഞു പോകുന്നു. ഇത് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ അതിന് നമുക്ക് വലിയ വലിയ സെറ്റിംഗ്സുകളൊക്കെ ഞാൻ ഇതിന് മുൻപ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ രണ്ട് സെറ്റിംഗ്സുകളുണ്ട്. അതൊന്ന് നിങ്ങളൊന്ന് ഫോണിൽ ചെയ്ത് നോക്കാം, വളരെയധികം മാറ്റം നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പൊ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അതിന് മുൻപ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ തുടർന്ന് ലൈക്ക് ബട്ടൺ പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ ഒരു ചെറിയൊരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. മൊബൈൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പലരുടെയും കംപ്ലൈന്റ് ആണ് മൊബൈലിന്റെ നെറ്റ് പെട്ടെന്ന് തീർന്നു പോകുന്നത്. പ്രത്യേകിച്ച് യൂട്യൂബ്, വാട്സപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പലതും ഉപയോഗിക്കുന്ന സമയത്ത്. അപ്പോൾ നിങ്ങളൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം നോക്കണ്ടേ, നെറ്റ് പെട്ടെന്ന് തീർന്നു പോകുന്നത് രാവിലെ തന്നെ പെട്ടെന്ന് നെറ്റ് ഓൺ ചെയ്യുന്നു, അപ്പോഴേക്ക് നെറ്റ് തീർന്നു പോകുന്നു. വളരെയധികം ഏകദേശം ഉച്ചയ്ക്ക് ആകുമ്പോഴേക്ക് പെട്ടെന്ന് തീർന്നു പോകുന്നുണ്ടെങ്കിൽ ഈ രണ്ട് കാര്യങ്ങളും ചെയ്തു നോക്കുക. ആദ്യം തന്നെ നിങ്ങൾ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക. മൊബൈലിന്റെ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും മുകളിലായിട്ട് നമുക്ക് ചെറിയൊരു വാക്കൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് ആ സെറ്റിംഗ്സ് തന്നെ ഏറ്റവും താഴെയായിട്ട് നമുക്ക് ഗൂഗിൾ കാണാൻ വേണ്ടി സാധിക്കും. അതായത് സെറ്റിംഗ്സിന് ഏറ്റവും താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് ഗൂഗിൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടെ കാണാം. ആ ഗൂഗിൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഗൂഗിളിന്റെ സർവീസുകളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് റെക്കമെൻഡ് കാണിക്കുന്നുണ്ട്, എന്റെ തൊട്ടടുത്ത് ഓൾ സർവീസസ് കാണിക്കുന്നുണ്ട് അല്ലെ. എല്ലാവരും കൃത്യമായിട്ട് ഞാനിത് പറയുന്നത് അനുസരിച്ച് ഒന്ന് ഫോണിലൊന്ന് നോക്കി നോക്കുക. അവിടെ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ കുറെ ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. ഇവിടെ ഡിവൈസസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ ഡിവൈസസിൽ ഞാനിവിടെ ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഓപ്ഷനാണ്, പലരും ഫോണിലും ഇത് ഓൺ ആണ്. സ്കാൻ ഫോർ നിയർ ബൈ ഡിവൈസസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് പലരും ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ഫോണ് നമ്മുടെ തൊട്ടടുത്ത് ഏതെങ്കിലും ഡിവൈസ് ആയിട്ട് കണക്ട് ചെയ്യാനാവുന്നുണ്ടോ എന്നുള്ള ഇത് എപ്പോഴും സ്കാൻ ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നമ്മുടെ നെറ്റും അതുപോലെ തന്നെ നമ്മുടെ ബാറ്ററിയും വളരെയധികം കുറഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ഡിവൈസ് പറയുന്ന ഒരു ഓപ്ഷൻ, ഗൂഗിളിന്റെ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ എനേബിൾ ആണോ എന്നുള്ളത് നോക്കുക. ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഒന്ന് ഓഫ് ചെയ്ത് വെക്കുന്നത് വളരെ നല്ലതാണ്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം അത് ഓൺ ചെയ്താൽ മതി. ഇപ്പൊ നമ്മളത് ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്ത് വെക്കുക. നമുക്ക് നെറ്റ് വളരെയധികം നമുക്ക് അത് ലാഭിക്കാൻ, ബാറ്ററി ലാഭിക്കാൻ സാധിക്കും. അതുപോലെ നമ്മൾ രണ്ടാമതായി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ സെറ്റിംഗ്സിൽ തന്നെ ഒന്ന് പോയതിനു ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ആ സെർച്ച് എന്നുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ, ആ സെർച്ച് ഓപ്ഷനിൽ പോയിട്ട് ഒന്ന് സ്കാനിങ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് സ്കാനിങ് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും വൈഫൈ സ്കാനിങ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് കാണാം അല്ലെ, വൈഫൈ ജസ്റ്റ് ഒന്ന് സ്കാനിങ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ജസ്റ്റ് ആ വൈഫൈ സ്കാനിങ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വൈഫൈയുടെ സ്കാനിങ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. ജസ്റ്റ് ഒന്ന് അതിന്റെ മേലെ ക്ലിക്ക് ചെയ്താൽ മതി. അതേപോലെ അല്ലേ, രണ്ട് സ്കാനിങ്ങൾ നമുക്ക് ഇവിടെ കാണുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വൈഫൈ സ്കാനിങ്ങും അതുപോലെ തന്നെ ബ്ലൂടൂത്ത് സ്കാനിങ്ങും കാണിക്കുന്നുണ്ട്. ഇത് രണ്ടും ഞാൻ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതുകൊണ്ടാണ് എനിക്ക് വളരെയധികം നെറ്റ് ലാഭിക്കാൻ പറ്റി സാധിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് നെറ്റ് ലാഭിക്കാൻ വേണ്ടി വൈഫൈ സ്കാനിങ് നിങ്ങളിൽ ഓഫ് അല്ല, ഓൺ ആണെങ്കിൽ എന്ത് ചെയ്യുക, അതൊന്ന് ഓഫ് ചെയ്ത് വെക്കുക. കാരണം നിങ്ങളുടെ തൊട്ടടുത്തുള്ള വൈഫൈക്ക് വേണ്ടിയിട്ട് ഓൾവേസ് അതിങ്ങനെ സ്കാൻ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അതുപോലെ തന്നെ ബ്ലൂടൂത്ത് ഡിവൈസ് ഏതെങ്കിലും ഉണ്ടോ എന്നുള്ളത് അതും സ്കാൻ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ ഈ രണ്ട് ഓപ്ഷൻസ് വൈഫൈ സ്കാനിങ്ങും അതുപോലെ തന്നെ ബ്ലൂടൂത്ത് സ്കാനിങ്ങും നിങ്ങൾ ഉടൻ തന്നെ എന്ത് ചെയ്യുക, ഒന്ന് ഓഫ് ചെയ്ത് വെക്കുക. നിങ്ങൾ ഏതെങ്കിലും ഡിവൈസ് ആയിട്ട് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സമയത്ത് മാത്രം ആ ബ്ലൂടൂത്തിന്റെ സ്കാനിങ് ഓൺ ചെയ്ത് വെച്ചാൽ മതി. മറ്റേത് ഈ രണ്ട് സമയങ്ങളിലും ബ്ലൂടൂത്ത് സ്കാനിങ്ങും അതുപോലെ തന്നെ വൈഫൈ സ്കാനിങ്ങും ഓഫ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഗൂഗിളിന്റെ സെറ്റിംഗ്സിൽ ഡിവൈസസിൽ സ്കാൻ ഫോർ ഡിവൈസസ് പറയുന്ന ആ ഓപ്ഷനും നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ഓഫ് ചെയ്ത് വെക്കുക. ഈ രണ്ട് കാര്യങ്ങളും ചെയ്തു വെച്ചിട്ട് നിങ്ങളൊന്ന് ഫോണൊന്ന് ഉപയോഗിച്ച് നോക്കുക. നെറ്റ് നിങ്ങൾക്ക് വളരെയധികം ലാഭിക്കാൻ വേണ്ടി സാധിക്കുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഞാനിത് ഫോണിൽ ഞാൻ തന്നെ ചെയ്ത് പരീക്ഷിച്ച ഒരു കാര്യമാണ്. അതുകൊണ്ട് ഉടൻ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ ഇതൊന്ന് പരീക്ഷിച്ചിട്ട് നിങ്ങളുടെ റിപ്ലൈ കമന്റ്സ് ആയിട്ട് അറിയിക്കാൻ മറക്കുക.